ഇപ്പോൾ പി വി കുട്ടൻ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, ഏറ്റവും പ്രധാനം ഇന്നത്തെ തെരച്ചിൽ തന്നെയാണ്. ഈ വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇന്ന് നടക്കും. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ രക്ഷപ്പെടുത്താനാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാങ്കേതികമായി തെരച്ചിലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് സാങ്കേതിക സഹായം കൂടി അവിടെ എത്തിക്കും. പ്രത്യേകിച്ച് ഈ ബെയിലി പാലം കൂടി പ്രവർത്തന സജ്ജമായതോടുകൂടി അതെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നതിലൂടെ കൃത്യമായൊരു രൂപരേഖയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ നടക്കുമ്പോൾ നമുക്ക് എത്രത്തോളം മേഖലകൾ കവർ ചെയ്യാനാകും കുട്ടൻ? ഇതിപ്പോൾ ഈ ബെയിലി പാലം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ പൂർത്തിയായതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനുഷ്യസാധ്യമായ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ഇവിടെ ഈ മണ്ണ് സാധാരണ രീതിയിലൊക്കെ കുത്തിയിളക്കിക്കൊണ്ടൊക്കെയായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. കാരണം അവിടേക്ക് അത്തരത്തിൽ ഈ യന്ത്രസാമഗ്രികളോ വലിയ വാഹനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനവും ഈ മറുഭാഗത്തേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ആ സ്ഥിതിവിശേഷം മാറി. രാവിലെ 7 മണി മുതൽ തന്നെ തെരച്ചിൽ വീണ്ടും ആരംഭിക്കും. പക്ഷേ കനത്ത മഴ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ വലിയ മഴയാണ്. പുലർച്ചെ കുറച്ചു നേരം മഴ മാറി നിന്നെങ്കിലും ഇപ്പോൾ ഈ മേഖലയിൽ കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്. പക്ഷേ എങ്കിലും ഈ ബെയിലി പാലം തുറന്നതും നിർമ്മാണം പൂർത്തിയാക്കിയതും ഇതിലൂടെ വാഹന ഗതാഗതമൊക്കെ സാധ്യമായതുമൊക്കെ വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. അതിരാവിലെ തന്നെ ഈ പരിശോധനയ്ക്കുള്ള സേനാംഗങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ 40 ടീമുകളാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. ഇതിനകത്ത് 6 സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വലിയ ദുരന്തം വിതച്ച മേഖലകളൊക്കെ വീണ്ടും വിശദമായ പരിശോധന നടത്തുകയാണ്. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. പിന്നീട് മുണ്ടക്കൈ രണ്ടാമത്തെ സോൺ. അതായത് ഈ പുഴയുടെ തൊട്ടപ്പുറത്ത് മുണ്ടക്കൈയാണ്, അതാണ് രണ്ടാമത്തെ സോൺ. പുഞ്ചിരി മട്ടം മൂന്നാമത്തെ സോണാണ്. വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തേതും വെള്ളാർമല സ്കൂൾ 5ാമത്തെ സോണുമാണ്. പുഴയുടെ അടിവാരമാണ് 6ാമത്തെ സോൺ. ഇവിടെ വളരെ വിശദമായ രീതിയിലുള്ള പരിശോധനയാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പട്ടാളം, അതുപോലെ തന്നെ NDRF, DSG, കോസ്റ്റ് ഗാർഡ്, നേവി, MEG ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ സേനാംഗങ്ങളും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഓരോ ടീമിലും 3 നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരും ഉണ്ടാകും. ഈ പ്രദേശം തിരിച്ചറിയുന്നതിന് വേണ്ടിയൊക്കെയായി നാട്ടുകാരെ കൂടി ഈ ടീമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിലെ ഒരു ജീവനക്കാരനും ഈ ടീമിനകത്ത് ഉണ്ടാകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെരച്ചിൽ കേന്ദ്രം എന്ന് പറയുന്നത് ചാലിയാർ പുഴയാണ്. നമുക്കറിയാം, ഇവിടെ ഉരുൾപൊട്ടി കുറേ ആൾക്കാരൊക്കെ ഒഴുകിപ്പോയത് ചാലിയാർ പുഴയിലേക്കായിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടന്ന ദിവസങ്ങളിലൊക്കെ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷെ അന്ന് മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ന് പക്ഷെ അത് എവിടെയാണ് ഉള്ളത് എന്നത് കണ്ടെത്തുക കുറച്ചുകൂടി ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചാലിയാർ കേന്ദ്രീകരിച്ച് 3 രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് സർക്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 40 കിലോമീറ്റർ ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷൻ്റെ പുഴഭാഗങ്ങളിൽ പോലീസും അതോടൊപ്പം തന്നെ നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തും. അതേസമയം തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സമാന്തരമായ മറ്റൊരു തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നു. അത്തരത്തിൽ വളരെ വിപുലമായ തെരച്ചിൽ സംവിധാനമാണ് ഇന്ന് ഏർപ്പാടാക്കിയിരിക്കുന്നത്. 25 ആംബുലൻസുകളാണ് ബെയിലി പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് ഇന്ന് പ്രവേശിക്കുക. മറ്റ് 25 ആംബുലൻസുകൾ മേപ്പാടിയിലെ പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്യും. ഇവിടേക്ക് എത്തിക്കുന്ന ഓരോ വാഹനങ്ങൾക്കും ആംബുലൻസിനുമൊക്കെ ജില്ലാ കളക്ടർ പ്രത്യേക പാസ് നൽകുന്നുണ്ട്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ മണ്ണിനടിയിലായിരിക്കും, കല്ലും മണ്ണും ഒക്കെ മൂടി കഴിഞ്ഞിട്ടുണ്ടാകും. പരമാവധി ആൾക്കാരൊക്കെ നേരത്തെ തന്നെ പുറത്തെടുത്തിരുന്നു, മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും പുറത്തെടുത്തിരുന്നു. ഇനിയിപ്പോൾ ഈ യന്ത്രഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഈ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങളൊക്കെ ആയിരിക്കും കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുന്നതിനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നാളെയാണ് ഇവിടേക്ക് എത്തുക. അതോടൊപ്പം തന്നെ ഈ പോലീസ് നായകൾ തെരച്ചിലിൽ സഹായിക്കുന്നുണ്ട്. 6 നായകളാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ഈ പോലീസ് നായകളെ കൂടി, വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് നായകളെ കൂടി വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അതോടൊപ്പം തെരച്ചിലിന് വേണ്ട ഹിറ്റാച്ചി, JCB, കട്ടിംഗ് മെഷീൻ എന്നിവയൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാം, ഇവിടെ മന്ത്രിസഭ ഉപസമിതി ചേർന്നുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ തെരച്ചിലിനൊക്കെ നേതൃത്വം നൽകുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു
തുടങ്ങി ഈ 4 അംഗങ്ങളാണ് സർക്കാർ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയിലുള്ളത്. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ച് മുന്നോട്ട് പോകുക. അവരൊക്കെ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. 7 മണിയോടുകൂടിയാണ് തെരച്ചിൽ ആരംഭിക്കുക. പി.വി. കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. 7 മണിയോടെ തന്നെ തിരച്ചിൽ ആരംഭിക്കും. ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കും. വളരെയധികം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഴ വളരെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു.